ഇരട്ടി നഗരസഭയിലെ 11-ാം വാർഡിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായ അസം സ്വദേശിനി മുൾമിയാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അസമിലെ ലോഹിപൂർ ജില്ലയിലെ ബോഹിനാടി ഗ്രാമത്തിലാണ് മുൻമി ജനിച്ചതും വളർന്നതും. 7 വർഷം മുമ്പാണ് ഇരിട്ടിക്കാരനായ സജേഷിനെ വിവാഹം കഴിച്ച് ഇരിട്ടിയുടെ മരുമകളായി മുൻമി എത്തിയത്. പ്രണയവിവാഹമായിരുന്നെങ്കിലും ഇരു വീട്ടുകാരുടെയും പൂർണ്ണ സമ്മതപ്രകാരമായിരുന്നു വിവാഹം. ഇപ്പോൾ മുൻമിക്ക് നാടു മുഴുവൻ പരിചയക്കാരാണ്. ജനങ്ങളെ സേവിക്കാൻ ഭാഷാ പ്രശ്നമില്ലെന്നാണ് മുൻമിയുടെ പക്ഷം. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂരിന്റെ മരുമകളായി ജനവിധി തേടി ഇറങ്ങിയതും. മലയാളിയോളം മലയാളിത്തമുള്ള മുൻമിക്ക് മലയാളവും തന്റെ മാതൃഭാഷ പോലെ തന്നെ വഴങ്ങുന്നു. അസമിൽ കോൺഗ്രസ് കുടുംബമാണ് മുൻമിയുടേതെങ്കിലും കേരളത്തിലെത്തിയപ്പോൾ മുതൽ ബി.ജെ.പിയുടെ സജീവ പ്രവർത്തകയാണ്. വിജയിക്കുകയാണെങ്കിൽ നാട്ടിൽ നല്ല വികസനം കൊണ്ടുവരുമെന്ന് മുൻമി പറയുന്നു. സാദിക, ഋഷിക എന്നിവർക്കൊപ്പം ഉവപ്പള്ളിയിലെ ഒറ്റമുറി വാടക വീട്ടിലാണ് താമസം. എന്തായാലും ലീഗിന്റെ സിറ്റിംഗ് സീറ്റായ വികാസ് നഗറിൽ ഇത്തവണ കടുത്ത പോരാട്ടം നടക്കുമെന്ന് ഉറപ്പാണ്. വളരെ സപ്പോർട്ടുണ്ട് എൻ്റെ കൂടെ. എന്നാണെന്നറിയില്ല, ഒരു ആസാംകാരി ആയതിൻ്റെ ഒരു രീതിയിലേക്ക് പക്ഷേ എല്ലാവരും ഒരു നാടിൻ്റെ ഒരു എല്ലാ മുഴുവൻ ആൾക്കാർ ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് നല്ലൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അവരെല്ലാവരും അനുഗ്രഹത്തോടെ ഞാൻ ഞാൻ ഒരു കോൺഗ്രസ്സുകാരിയായിരുന്നു. ഇവിടെ വന്ന ശേഷം ബി.ജെ.പിയിലേക്ക് ഇഷ്ടം കൂടി വന്നു. ബി.ജെ.പിയിലേക്ക് മാറി. മുനിസിപ്പാലിറ്റിയിലെ 33 വാർഡുകൾ 33 വാർഡിലെ സ്ഥാനാർത്ഥികൾ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികൾ അതിൽ മറ്റ് എല്ലാ സ്ഥാനാർത്ഥികളും നല്ല ഒരു ഇതായിരുന്നു. അവർക്കെല്ലാം നല്ലൊരു നമ്മളെ സ്ഥാനാർത്ഥി ബി.ജെ.പി. സ്ഥാനാർത്ഥി എനിക്കുന്ന ചേച്ചിമാരൊക്കെ എല്ലാവരും സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. 7 മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ പറയാൻ തുടങ്ങി. ഒരു 4-5 മാസം ആകുമ്പോഴേക്കും നിങ്ങൾ ഇവിടുത്തെ ആൾക്കാർ പറയുമ്പോൾ പറയാൻ അറിയില്ലായിരുന്നു. ഒരു 7-8 മാസം ആകുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് കുറേ പറയാൻ തുടങ്ങി. ഇപ്പോൾ കുറേ ശരിയായി വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.